എൻ്റെ ഈ ചെറിയ യാത്ര തൃപ്പൂണിത്തുറയിലേക്ക്. രാജനഗരം അഥവാ രാജപട്ടണം എന്നറിയപ്പെടുന്ന അതിപുരാതനവും ഐതിഹ്യമുറങ്ങുന്ന സ്ഥലമാണ് തൃപ്പൂണിത്തുറ. ക്ഷേത്രങ്ങളുടെ നാട് എന്ന പേരും ഈ പട്ടണത്തിന് സ്വന്തമാണ്. തൃപ്പൂണിത്തുറയെ പൂർണ്ണ നദിയുടെ കടൽ തീരമായിട്ടും വിശേഷിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ തുറ എന്നത് തുറമുഖം എന്ന വാക്കിൽ നിന്നാണ് ഉത്ഭവിച്ചത്. പെരുന്തൃക്കോവിൽ മഹാക്ഷേത്രം പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിലൊന്നാണ്. ഇത് ഉദയംപേരൂരിൽ സ്ഥിതി ചെയ്യുന്നു. ആയുർവേദവും ആയുർവേദ ചികിത്സാ സമ്പ്രദായത്തിൻ്റെയും പുരാതന കേന്ദ്രം കൂടിയാണ് ഈ പട്ടണം. കേരളത്തിലെ പ്രധാന ആയുർവേദ കോളേജുകളും ആശുപത്രികളും സ്ഥിതി ചെയ്യുന്നത് പുതിയാവിലാണ്. സെൻറ്റ് ജോർജ് യാക്കോബൈറ്റ് കത്തീഡ്രലും സെൻറ്റ് മേരീസ് പള്ളിയും ചരിത്രസാക്ഷ്യമായി നിലകൊള്ളുന്നു. ഉദയംപേരൂരിലാണ് നടക്കാവ് ക്ഷേത്രം. ഇവിടുത്തെ പ്രധാന മൂർത്തി ഭഗവതിയാണ്. സപ്തമാതൃക്കളെ പ്രധാന പ്രതിഷ്ഠയായി പ്രതിഷ്ഠിച്ചിട്ടുള്ള മുഖ്യ ക്ഷേത്രമാണ് ആമയുടെ ക്ഷേത്രം. നാഗരാജാവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. കൂടാതെ നാഗയക്ഷി, ബ്രഹ്മരക്ഷസ് എന്നീ ഉപദേവങ്ങളും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. വേമ്പനാട്ട് കായലിൻ്റെ പരിധിയിൽപ്പെട്ട സ്ഥലമാണ് തൃപ്പൂണിത്തുറ. കായലിനോട് ചേർന്നാണ് ആമയുടെ ക്ഷേത്രം. നഗരത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് സ്റ്റാച്യു ജംഗ്ഷൻ. പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്താണ് മഹാരാജ രാമവർമ്മയുടെ പ്രതിമ നിലകൊള്ളുന്നത്. ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രം വളരെ വിശേഷപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ്. ഇവിടുത്തെ പ്രതിഷ്ഠ സന്താനഗോപാലമൂർത്തിയാണ്. കൊച്ചി രാജാക്കന്മാരുടെ കുടുംബക്ഷേത്രം കൂടിയാണിത്. ഐതിഹ്യമനുസരിച്ച് ശ്രീ പൂർണ്ണത്രയീശനെ ആരാധിക്കുന്ന ഭക്തജനങ്ങൾക്ക് സന്താനലബ്ധി ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തോട് ചേർന്നുള്ള 50 അടി പൊക്കത്തിൽ 3 നിലകളുള്ള പഴക്കമേറിയ ഘടികാരം രാജനഗരിയുടെ പാരമ്പര്യങ്ങളിലൊന്നാണ്. ഇത് മണിമാളിക എന്നറിയപ്പെടുന്നു. പഴയ തലമുറക്കാർ സമയമറിഞ്ഞിരുന്നത് ഈ ഘടികാരത്തിൽ നിന്നായിരുന്നു. ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിന് തെക്കുവശത്തുള്ള ഇരുമ്പും പാലം ഈ നഗരത്തിൻ്റെ പ്രത്യേകതകളിലൊന്നാണ്. അമ്മന്തമ്പുരാൻ കോവിലകവും ഇടൂബ് കൊട്ടാരവും ചരിത്ര സ്മാരകങ്ങളിലൊന്നാണ്. കൊച്ചി രാജാക്കന്മാരുടെ ഔദ്യോഗിക വസതിയായിരുന്നു ഹിൽ പാലസ്. 1865 കൊട്ടാരം നിർമ്മിച്ചത്. 1886 പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചത്.
ഇപ്പോൾ ഇത് കേരളത്തിലെ ഏറ്റവും വലിയ ചരിത്ര മ്യൂസിയമാണ്. വളരെയേറെ ഭംഗിയേറിയതും തച്ചുശാസ്ത്രമനുസരിച്ച് നിർമ്മിച്ചതുമാണ് ഈ കൊട്ടാരം. കൊട്ടാരം 52 ഏക്കർ സ്ഥലത്താണ് നിലകൊള്ളുന്നത്. കുളങ്ങളും പൂന്തോട്ടങ്ങളും കൊണ്ട് സമ്പന്നമാണിവിടെ. പൈതൃക മ്യൂസിയങ്ങളിലൊന്നായ ഈ കൊട്ടാരത്തിൽ പണി തീർത്തിട്ടുള്ള 8 കെട്ട് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ്. ആയുധശേഖരവും ഗ്രന്ഥശേഖരവും ഇവിടെ പ്രത്യേകം സൂക്ഷിച്ചിരിക്കുന്നു. നിരവധി ചുവർ ചിത്രങ്ങളും കല്ലിൽ തീർത്ത കൊത്തുപണികളും പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ നിർമ്മിച്ച പ്രതിമകളും ഇവിടുത്തെ സവിശേഷതകളിലൊന്നാണ്. മ്യൂസിയം തിങ്കളാഴ്ച ഒഴികെ മറ്റെല്ലാ ദിവസവും തുറന്നു പ്രവർത്തിക്കുന്നു. പ്രവേശനം ടിക്കറ്റ് മുഖേനയാണ്. ദിവസേന ഹിൽ പാലസിൽ എത്തുന്നത് ഒട്ടേറെ വിനോദസഞ്ചാരികളാണ്. ഇനി കളിക്കോട്ട പാലസിലേക്ക്. സംഗീത കച്ചേരി, നാട്യകലകൾ എന്നിവ അരങ്ങേറുന്ന വേദിയാണിവിടം. ഇപ്പോഴിത് വിവാഹ ചടങ്ങുകൾക്കും സാംസ്കാരിക പരിപാടികൾക്കും ആയി ഉപയോഗിച്ചു വരുന്നു. ഇതിനോട് ചേർന്ന് തന്നെയാണ് രാജ്ഭവൻ പാലസ്. രാജഭരണകാലത്ത് തുടക്കമിട്ടതാണ് ഇന്നത്തെ ആർവലി കോളേജ് ഓഫ് ഫൈൻ ആർട്സ്. 1956 ഇത് സ്ഥാപിച്ചത്. ക്ലാസിക്കൽ കലകളായ കർണാടക സംഗീതം, മോഹിനിയാട്ടം കൂടാതെ വാദ്യകലകളായ ചെണ്ട, മദ്ദളം എന്നീ കലകളും അഭ്യസിപ്പിക്കുന്നു. തൃപ്പൂണിത്തുറ ക്രിക്കറ്റ് ക്ലബ്ബും പാലസ് ഗ്രൗണ്ടും ഇവിടുത്തെ ആകർഷണ കേന്ദ്രങ്ങളാണ്. ഈ നഗരത്തെ സമ്പന്നമാക്കുന്ന ഒന്നാണ് പേട്ട ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന താജുൽ ഇസ്ലാം ജുമാ മസ്ജിദ്. ചരിത്ര സാക്ഷ്യങ്ങളുമായി ഇന്നും നിലകൊള്ളുന്ന രാജനഗരം മനസ്സിൽ എന്നും മായാത്ത ചിത്രമായി തെളിഞ്ഞു നിൽക്കും. വിട.